പ്രിയ മകനെ, മകളെ, വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് പഠിക്കുന്നത്? ശ്രദ്ധിക്കുക. വെറുതെ ഇരിക്കുന്നതായ സമയത്ത് പ്രയോജനമുള്ള വ്യക്തി പ്രയോജനമുള്ള കാര്യങ്ങൾ പഠിക്കും. ദാവീദ് അങ്ങനെയുള്ളവനായിരുന്നു. കിന്നരം വായിക്കുവാൻ അവൻ പഠിച്ചു. എങ്ങനെയാണെന്നറിയാമോ? ആ ദേശത്ത് തന്നെപ്പോലെ കിന്നരം വായിക്കുന്ന മറ്റ് ആരും തന്നെയില്ല. അത്ര അത്ഭുതകരമായി പഠിക്കുവാനിടയായി. ശ്രദ്ധിച്ചു കേൾക്കുക. കിന്നരം വായിക്കുവാൻ പഠിച്ചു. രാജാവായ ശൗലിന്റെ മുൻപിൽ നിൽക്കുവാനിടയായി. കവണ ഉപയോഗിക്കുവാൻ അവൻ പഠിച്ചു. ഫെലിസ്ത്യരുടെ ദേശത്തിലെ പ്രഭുവായ ഗോലിയാത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ ഇടയായി. കവണ ഉപയോഗിക്കുവാൻ അവൻ പഠിച്ചു. അതും അവൻ പരിശീലിക്കാനിടയായി. കവണ ഉപയോഗിക്കാൻ പഠിച്ചു. അതും ശ്രേഷ്ഠമായ രീതിയിൽ പഠിച്ചു. അതാണ് പറയുന്നത്. അവൻ എന്താണോ പഠിച്ചത്. ചില ആളുകളെ സംബന്ധിച്ച് ആരംഭശൂരത്വമുള്ളവരാണ്. എങ്ങനെയുള്ളവരാണ്? ആരംഭശൂരത്വമുള്ളവർ. എനിക്കത് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തീരുമാനമൊക്കെ അവർ എടുക്കും. ചിലരാണെങ്കിൽ ബോഡി ബിൽഡിംഗ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ജിമ്മിൽ പോയി മെമ്പർഷിപ്പൊക്കെ എടുക്കും. എത്ര ദിവസം പോവും? 3 ദിവസം പോവും. പിന്നീട് അവരെ കാണുവാൻ കഴിയില്ല. ഇത് നിങ്ങൾക്കറിയാം, ഒരു സത്യമാണ്. ഈ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വീടുകളിൽ ഉണ്ടായിരിക്കും, ഏറ്റവും കുറച്ച് ഉപയോഗിക്കുകയും ചെയ്യുന്ന വസ്തു ഏതാണെന്നറിയാമോ? ത്രെഡ് മില്ലാണ് എന്ന് പറയാനിടയായി. എന്താണത്? ത്രെഡ് മിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഓടുവാൻ സഹായിക്കുന്ന ഒരു മെഷീനാണത്. പുറത്ത് നിങ്ങൾക്ക് പോകുന്നത് സമയമില്ലെങ്കിൽ, ബുദ്ധിമുട്ടാണെങ്കിൽ സാധാരണമായിട്ട് നമ്മൾ തറയിൽ കൂടിയാണ് നമ്മൾ ഓടാറുള്ളത്. ഇതെന്താണ്? നമ്മൾ ഈ മെഷീൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഓടുന്നത്. അതോടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നടക്കാൻ കഴിയും. അതാണ് ത്രെഡ് മില്ല്. എന്തിനാണ് വാങ്ങുന്നത്? എങ്ങനെയെങ്കിലും എൻ്റെ ശരീരത്തെ മാറ്റിയെടുക്കണം, നല്ല ആരോഗ്യം നേടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാശ് കൊടുത്ത് ത്രെഡ് മില്ല് വാങ്ങിയിട്ട് വെറുതെ അത് വെച്ച് പൂജിച്ചു കൊണ്ടിരിക്കും. അതുപയോഗിക്കുകയില്ല. ആരംഭശൂരത്വം. വെയിറ്റ് കുറയ്ക്കണമെന്ന് പറയും, എന്നാൽ ഒരു കാര്യം ചെയ്യില്ല. ബോഡി ബിൽഡ് ചെയ്യണമെന്നുള്ള ആരംഭശൂരത്വം. എക്സാമുകളിൽ ഫസ്റ്റ് റാങ്ക് തന്നെ നേടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കോളേജിലും നല്ല കോച്ചിങ് സെൻ്ററിലുമൊക്കെ പോയി അവിടെ പൈസ കൊടുത്തിട്ട് പിന്നെ പോവുകയില്ല. ഈ ആരംഭശൂരന്മാരായിരിക്കുന്ന ആർക്കും തന്നെ ഉയർന്നു വരുവാനുള്ളതായ ചാൻസില്ല. ദാവീദ് അങ്ങനെയുള്ളവനായിരുന്നില്ല. എന്തെങ്കിലും പഠിക്കുവാൻ ആരംഭിക്കുകയാണെങ്കിൽ അത് തീരുന്നതുവരെയും അവൻ ഉപേക്ഷിക്കുകയേ ഇല്ലായിരുന്നു. അതവനെ എന്താണ് ചെയ്തത്? ഉന്നതമായ സ്ഥാനത്തേക്ക്, പദവിയിലേക്ക് കൊണ്ടുപോയി. ഈ കാലത്ത് നിങ്ങൾ എന്താണ് പഠിക്കുന്നത്? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? പ്രിയ സഹോദരിമാരെ, ഒന്നും വിചാരിക്കരുത്. നിങ്ങളുടെ ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിലാണ് സംസാരിക്കുന്നത്. നമ്മുടെ ചില അനുജത്തിമാർക്ക് എന്താണ്? പാചകം ചെയ്യാൻ അറിയത്തില്ല, ആഹാരമുണ്ടാക്കാൻ അറിയില്ല, സാരി ഉടുക്കുവാൻ അറിയില്ല. മമ്മി ഒന്ന് ഉടുപ്പിച്ച് തരണമേ. സാരി പോലും മമ്മി വന്നിട്ട് വേണം ഉടുപ്പിക്കുവാൻ. ചില സഹോദരന്മാരുണ്ട്, ഒരു പണിയും ചെയ്യത്തില്ല, ഒരു കാര്യം അറിയാം, എന്നാലും ഒരു പ്ലേറ്റ് ചോറ് കൊടുത്താൽ അപ്പോൾ തന്നെ അത് കാലിയാക്കി തരും. ക്ഷമിക്കണം, ആർക്കെങ്കിലും വയറുള്ളവരാണെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, ഞാൻ പറയുകയാണ്. ചോദിക്കട്ടെ, നീ ഏത് പണിയാണ് ചെയ്യുന്നത്? ഒരു ഗൃഹനാഥ എന്ന നിലയിൽ നിനക്കൊരു പണിയുണ്ട്. എന്താണ് നിന്റെ പണി? നിന്റെ ഗൃഹത്തെ പണിയുന്നത്. ചോദിക്കട്ടെ, സാമർത്ഥ്യത്തോടെ നിന്റെ വീട് പണിയാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഭർത്താവായ നിന്റെ ഉത്തരവാദിത്തം എന്താണ്? നിന്റെ കുടുംബത്തെ പോറ്റി പുലർത്തുന്നത്. ഭാര്യയെയും മക്കളെയും വിഷമിപ്പിക്കാതെ, അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി വീടിനെ പോഷിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു മാതാവെന്ന നിലയിൽ മക്കളെ അനുസരണത്തോടെ വളർത്തുന്നത്, പിതാവെന്ന നിലയിൽ മക്കളെ ആത്മീയതയിൽ വളർത്തുന്നത് ഒരു ഉത്തരവാദിത്തമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളെ ആത്മീയതയിലും നിങ്ങളുടെ മക്കളെ പ്രാർത്ഥനയോടും സ്നേഹത്തോടും കൂടി, നല്ല സംസ്കാരത്തോടുകൂടി, വചനപ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തോടുള്ള നമ്മുടെ ഈ ഉത്തരവാദിത്തം നിറവേറ്റുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ചിന്തിക്കുക. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വളരെ വ്യക്തമായി ലളിതമായി ഞങ്ങളോട് സംസാരിച്ചതോർത്ത് അങ്ങയെ സ്തുതിക്കുകയാണ്. ഉയർന്നു വരുന്നവരുടെ ജീവിതത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ദാവീദിന്റെ ജീവിതത്തിൽ കൂടി അങ്ങ് ഞങ്ങൾക്ക് പകർന്നു തന്നുവല്ലോ. ഒരു വശത്ത് ആട്ടിടയനായിരുന്നിട്ട് മറുവശത്ത് കിന്നരം വായിക്കുവാൻ പഠിക്കുന്നു. അതവൻ പ്രാക്ടീസ് ചെയ്തു. അവൻ
കിന്നരം വായിക്കുന്നത് പോലെ ആ ദേശത്ത് മറ്റാരും തന്നെ വായിക്കാത്ത രീതിയിൽ ശ്രേഷ്ഠമായ നൈപുണ്യത നേടിയെടുത്തു. ആടുകളെ മേയ്ക്കുന്നതായ സമയത്ത് തന്നെ എങ്ങനെ കവണ ഉപയോഗിക്കണമെന്ന് പഠിച്ചു. ആ ദേശത്തിൽ ആരും തന്നെ അവൻ കവണ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കുന്നില്ല. അത്രത്തോളം ശ്രേഷ്ഠത കൈവരിച്ചു. ഫലമായിട്ട് ഗോലിയാത്തിനെ കൊല്ലുവാൻ കഴിഞ്ഞു. കർത്താവേ, സമയം ഞങ്ങളുടെ കൈകളിലാണ്. ലഭിക്കുന്നതായ സമയത്തെ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വൃഥാവാക്കി കളയാതെ ഏതെങ്കിലും പ്രയോജനകരമായ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. പ്രയോജനമുള്ള കാര്യങ്ങൾ പഠിക്കുവാനുള്ളതായ മനസ്സ്, കുടുംബത്തെ പോറ്റിപ്പുലർത്തുവാനായിട്ട് ഞങ്ങളെ നീ സഹായിക്കണമേ. നൽകിയിരിക്കുന്നതായ ജോലി അത്ഭുതകരമായി ചെയ്യുവാൻ തക്കതായ കൃപ, ഏൽപ്പിച്ചതായ ദൈവമേ ശുശ്രൂഷകൾ അത്ഭുതകരമായി ചെയ്യുവാനുള്ളതായ കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.